Hi everyone, my name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നൈക്ക ഹോൾ ആണ് കാണാൻ പോകുന്നത്. നമുക്ക് ഒരു നവംബർ 26 to 30th വരെ നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നല്ല വിലക്കുറവിന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഒരു 800, 900, 899 ഒക്കെ ആണെങ്കിൽ നമുക്കത് 400, 500 കിട്ടും. അപ്പം ഫ്രൈഡേ ടൈമിൽ ഷോപ്പ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷോപ്പ് ചെയ്താൽ മതി കേട്ടോ. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഷോപ്പ് ചെയ്തേക്കുന്നത് എനിക്ക് കുറച്ച് ഐറ്റംസിൻ്റെ എനിക്ക് കുറച്ചൊരു വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു നൈക്കയുടെ ഇൻ ഹൗസ് ബ്രാൻഡ് തന്നെയാണിത്. മോയി അതിൻ്റെ മിനി പെർഫ്യൂംസ് ആണ് ഇത്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബിഗ് സൈസും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ചെറിയ സൈസാണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഈ ഒരു അമോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. സെക്കൻഡ് വേരിയൻറ്റ് ഇപ്പായിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. 2 പെർഫ്യൂമും നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു അമോർ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള നൈക്കയിൽ തന്നെ നല്ല റിവ്യൂസ് ഉള്ള ഒരു പെർഫ്യൂമാണ്. ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. ശരിക്കും നമുക്ക് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ബാഗിൽ പേഴ്സിലൊക്കെ ക്യാരി ചെയ്യാനായിട്ട് നല്ല കൺവീനിയൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ സ്മെൽ എന്ന് പറയുന്നത് ഓ മൈ ഗോഡ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ലോണം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇത് രാവിലെ സ്പ്രേ ചെയ്താൽ രാത്രി വരെ നിൽക്കും. യെസ്, രാത്രി വരെ നിൽക്കും എന്നുള്ളതാണ്. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്പ്രേ ആണിത്. ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് പറയാനാണെങ്കിൽ ഇത് നല്ലൊരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു മിക്സ്ഡ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇതും. ഇത് ശരിക്കും 4 വേരിയൻസിലുണ്ട്. 4 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഐറ്റമാണ്. ഇനി കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ മേബ്ലിൻ്റെ ആണ് വാങ്ങിച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മേബ്ലിൻ്റെ ഒരു 1 ബ്രാൻഡ് ട്യൂട്ടോറിയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾക്ക് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ വാങ്ങിച്ചേക്കുന്നത് ഈ മേബ്ലിൻ്റെ ലാസ്റ്റിംഗ് ഫിക്സ് മേക്കപ്പ് സ്പ്രേ ആണ്. ഇത് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. മാറ്റ് ഫിനിഷ് തരുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ. ഒരുപാട് നല്ല റിവ്യൂസ് പറയുന്ന ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിൻ്റെ ഈ ഒരു പമ്പും നല്ല ഈവൻലി സ്പ്രെഡ് ആവുന്നതാണ്. അതായത് ഒരിടത്ത് മാത്രം ഇങ്ങനെ പോയി കൊള്ളുന്ന ടൈപ്പായിട്ടുള്ള സ്പ്രേ അല്ല. അത് കാരണം നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഫുള്ളും ഈവൻലി സ്പ്രെഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഈവൻലി നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടുകയും ചെയ്യും. ആൻഡ് നമ്മുടെ മേക്കപ്പ് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് മേബ്ലിൻ കൊളോസലിൻ്റെ ഐഡ്രാമ മേബ്ലിൻ കൊളോസൽ സ്മജ് പ്രൂഫ് കാജലാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാജലിനെ കുറിച്ചിട്ട് എനിക്ക് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ റെഗുലർ യൂസിന് യൂസ് ചെയ്യുന്ന ഒരു കാജലാണിത്. എൻ്റെ മേബ്ലിൻ്റെ കാജൽ ഇല്ല ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേബ്ലിൻ്റെ കാജൽ വാങ്ങിച്ചത്. അതാണ് ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് നമ്മുടെ മേബ്ലിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് മേബ്ലിൻ്റെ ഫാഷൻ ബ്രോ ക്രീം ഐബ്രോ പെൻസിലാണ്. ഞാൻ ഇതിൽ ഡാർക്ക് ബ്രൗൺ ആണ് ഷെയ്ഡ് എടുത്തത്. കാരണം ഡാർക്ക് ബ്രൗൺ ആണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോസിന് വേണ്ടിയിട്ട്. ആൻഡ് ഒരുപാട് അങ്ങനെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരുപാട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ നമ്മുടെ ഐബ്രോസിന് വരുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു ഐബ്രോ പെൻസിലാണിത്. നെക്സ്റ്റ് ഞാൻ മേബിലിൻ്റെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഈ മേബിലിൻ്റെ ദ ന്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. നമുക്കിവിടെ ബ്രൗൺ ന്യൂഡ്സ് കിട്ടുന്നുണ്ട്, വൈറ്റ് ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്, ആൻഡ് നമുക്കിവിടെ പ്രോപ്പർ ന്യൂഡ് ഷെയ്ഡ്സും കിട്ടുന്നുണ്ട്. നമുക്കിതിൽ 7 ഷെയ്ഡ് ഷിമർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലെയിൻ സ്മോക്കി ഐസ് വേണമെങ്കിൽ ചെയ്യാം. അതല്ല നമുക്ക് കുറച്ചൊരു ഷിമർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യാം. ആൻഡ് കൂടെ തന്നെ നമുക്കൊരു ബ്രഷും കിട്ടുന്നുണ്ട്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് ഒരുപാട് നല്ല സ്മോക്കി ന്യൂഡ് ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് നൈക്കയുടെ ബോഡി ബട്ടറാണ്. ഇത് നൈക്കയുടെ വണ്ടർലസ്റ്റ് കൺട്രി റോസ് വേരിയൻറ്റിൻ്റെ ബട്ടറാണ്. അതായത് ബോഡി ബട്ടറാണ്. ഇത് ഇങ്ങനത്തെയാണ് പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ ബിഗ് പാക്കേജിങ്ങും ഉണ്ട് കേട്ടോ.
ഇതാണ് നമ്മുടെ ലൈറ്റ് പിങ്ക് കളറാണ് നമുക്കിവിടെ പ്രോഡക്റ്റ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള ഫോമിലാണ് കേട്ടോ. സ്മെല്ല് ശരിക്കും നല്ല പ്യോർ റോസിൻ്റെയൊക്കെ സ്മെല്ലിൽ, അതുപോലെ നാടൻ റോസില്ലേ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റോസ്, അതുപോലത്തെ റോസിൻ്റെ സ്മെല്ലാണിത്. ആൻഡ് നല്ല തിക്കാണ് കേട്ടോ. ഇപ്പോൾ വിൻറ്റേഴ്സാണ്, നമ്മുടെ കേരളത്തിൽ പൊതുവെ വിൻറ്റേഴ്സിൽ, എന്നാലും ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ തരുന്നൊരു നല്ലൊരു ബോഡി ബട്ടറാണിത്. ഇതിലും കുറേ വേരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലെടുക്കാം. എനിക്ക് റോസിൻ്റെ സ്മെൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു വേരിയൻറ്റ് എടുത്താണ്. നെക്സ്റ്റ് എനിക്ക് 2 ലിപ്സ്റ്റിക്കാണ് കാണിക്കാനുള്ളത്. രണ്ടും വേറെ വേറെ റേഞ്ചിലാണ്. ഇത് നൈക്ക മാറ്റ് ടു ലാസ്റ്റ് ആണ്, ഇത് നൈക്കയുടെ സോ മാറ്റ് റേഞ്ചിലുള്ളതാണ്. രണ്ടും ഞാൻ മിനി വേർഷൻ ആണ് വാങ്ങിച്ചേക്കുന്നത്. മാറ്റ് ടു ലാസ്റ്റിൽ നമ്മുടെ ഷെയ്ഡ് ഗുല്ലാണ്. എൻ്റെ ജാൻവി ഉണ്ട് ആൻഡ് മദ്രാസ് കാപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പിങ്ക് ഷെയ്ഡ് വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗുൾ ഷെയ്ഡ് വാങ്ങിച്ചത്. ആൻഡ് ഇതിൽ എൻ്റെ ഷെയ്ഡ് സിനമൺ ക്രഞ്ച് ആണ്. നല്ലൊരു പ്രോപ്പർ ഒരു ന്യൂഡ് ബ്രൗൺ കളറാണിത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രോഡക്റ്റ് വരുന്നത്. ആൻഡ് കണ്ടില്ലേ, നല്ലൊരു പ്യോർ ഒരു പക്ക ബ്രൗൺ ന്യൂഡ് കളറാണിത്. ന്യൂഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ആൻഡ് ചെറിയ പാക്കേജിങ് ആണ്. നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്, നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിപ്സ്റ്റിക്. ആൻഡ് സെക്കൻഡ് ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞു നമ്മുടെ സോ മാറ്റ് റേഞ്ചിൽ, നമ്മുടെ മാറ്റ് ടു ലാസ്റ്റ് റേഞ്ചിലെ ഗുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ആൻഡ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡാണിത്. അതും നല്ലോണം ലാസ്റ്റ് ചെയ്യും, നല്ല മാറ്റ് ഫിനിഷാണ്. എന്നാൽ നമ്മുടെ ലിപ്സ് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ചെയ്യയില്ല. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ലോറിയലിൻ്റെ ലേ പാറെ ബ്ലഷ് ആണ്. ഇത് നല്ലൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് കേട്ടോ. മോണോ കളർ പൗഡർ ബ്ലഷ് ആണ്. ഇതാണ് കണ്ടില്ല, നല്ല പാക്കേജിങ് ആണ്, നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കളർ വരുന്നത്. നല്ലൊരു കോറൽ കളർ ബ്ലഷാണ്. ഇന്ത്യൻ സ്കിൻ ടോൺസിനൊക്കെ നന്നായിട്ട് സൂട്ട് ചെയ്യുന്ന ഒരു ബ്ലഷാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ബ്രഷും കിട്ടിയിട്ടുണ്ട്, ഒരു മിററും ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഓക്കെ സൈസ് ഒരു മിററാണ്. അപ്പം നന്നായിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള മിററാണ്. അത് കാരണം നമുക്ക് നന്നായിട്ട് നമ്മുടെ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് LA കളേഴ്സിൻ്റെ ഒരു ബ്രോൺസർ ആണ്. ഇത് ശരിക്കും ബ്രോൺസർ കം ഹൈലൈറ്റർ ആണ്. ബ്രോൺസർ ശരിക്കും കുറച്ച് ഷിമ്മർ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് നമുക്ക് ബ്രോൺസിങ്ങിൻ്റെ നല്ലൊരു സൺകീസ്ഡ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ ബ്രോൺസിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഷിമ്മർ ഷെയ്ഡും ആൻഡ് സൈഡ്സിൽ നമുക്ക് കുറച്ചൊരു മാറ്റ് ഷെയ്ഡും. അപ്പോൾ നമ്മൾ മിക്സ് ആയിട്ട് നമുക്ക് ബ്രോൺസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർബ് ആയിട്ടുള്ളൊരു സൺകീസ്ഡ് ലുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നല്ല സൂപ്പർബായിട്ട് പിഗ്മെന്റഡ് ആണ് കേട്ടോ. നല്ല പിഗ്മെന്റേഷൻ ആണ്. ഇത്രയും പിഗ്മെന്റേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശരിക്കും. നല്ല അടിപൊളി പിഗ്മെന്റേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഫ്ലവർ ബ്യൂട്ടിയുടെ ബ്ലഷ് ബോംബാണ്. ഇത് ശരിക്കും ഒരു നമ്മുടെ ചീക്സിന് വേണ്ടിയിട്ടുള്ള ഒരു കളർ ഡ്രോപ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ലിപ് ടിൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ക്രീമി ബ്ലഷ് ഉപയോഗിക്കുമല്ലോ അതുപോലെ ഉപയോഗിക്കാം. ഇത് ശരിക്കും നല്ല സിൽക്കി ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. എന്ത് വേണമെങ്കിലും നമുക്കിത് പറയാം. നല്ല റേഡിയൻറ്റ് ഫിനിഷാണ് നമുക്കിത് തരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ ബ്രാൻഡിൻ്റെ ഈ ഒരു ബ്ലഷ് ബോംബ് വരുന്നത്. ഇതിൽ ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് സിനമൺ ആണ്. നമുക്ക് ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ഒരു പോയിന്റ്, നമുക്കിങ്ങനെ ഇവിടെ ഒരു ഡ്രോപ്പർ പോലെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രോഡക്റ്റ് ഇങ്ങനെ വരും. ആൻഡ് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ടോ ബ്ലെൻഡർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. എനിക്ക് ആക്ച്വൽ പ്രൈസ് ശരിക്കും എനിക്ക് തോന്നുന്നു 700-800 റുപ്പീസ് ആണ്. പക്ഷേ ഈ ഒരു പിങ്ക് ഫ്രൈഡേ സെയിലിൽ വാങ്ങിക്കുന്ന കാരണം നമുക്കൊരു 400 റുപ്പീസിനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് നമുക്കൊരു ഇച്ചിരി മതി, ഒരു ഡ്രോപ്പ് മതി ശരിക്കും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അത് കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഡോട്ട് ആൻഡ് കീ ബ്രാൻഡിൻ്റെ ഈ ഒരു ക്ലേ മാസ്ക് ആണ്. ഇത് ശരിക്കും പൊല്യൂഷൻ പ്ലസ് ആക്നെ ഡിഫൻസ് ഗ്രീൻ ക്ലേ മാസ്ക് ആണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു നല്ല
ഫേസ് പാക്കാണ് ഇത്. ശരിക്കും ഇതിൽ മഷ ടീ ആൻഡ് തമാനു ഓയിലാണ് ഉള്ളത്. നോൺ കൊമഡോജനിക് ഫോമുലയാണ്. നമ്മുടെ ഫേസിനെ നല്ല ഡീപ്പായിട്ട് ഡീടോക്സ് ചെയ്യും. ആൻഡ് ഒരുപാട് അങ്ങനെ നാസ്റ്റി കെമിക്കൽസ് ഒന്നും ഈ ഒരു പ്രോഡക്റ്റിലില്ല എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ പോലത്തെ ഒരു പാക്കേജിങ് ആണ് ശരിക്കും ഇവർ തന്നേക്കുന്നത്. പാക്കേജിങ് തന്നെ നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഫേസിലെ ടോക്സിൻസ് ക്ലിയർ ചെയ്യാനായിട്ട്, ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു മാസ്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് പൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഡൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് റേഡിയൻ്റ് ആവും. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പാക്കേജിങ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്. നല്ല ലിഡൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആൻഡ് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ അത് കാരണം നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം. 85 grams ഓഫ് പ്രോഡക്റ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ലിഡ് കിട്ടുന്നുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. സ്മെൽ നല്ല സ്ട്രോങ് സ്മെല്ലാണ്. ഒരു ഹെർബൽ, നല്ല സ്വീറ്റ് ഹെർബൽ സ്മെൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലും നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പോലെ എന്തായാലും ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ലൂസ് ഫോയിൽ പിഗ്മെൻറ്റ്സ് ആണ്. ഇത് ബേസിക്കലി ഗ്ലിറ്റേഴ്സ് ആണ്. അതായത് ശരിക്കും നമ്മൾ തൊട്ടാൽ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഗ്ലിറ്റേഴ്സ് ആവും. ഇങ്ങനെയാണ്, ലൂസ് ഗ്ലിറ്റേഴ്സ് ആണ്. നമുക്ക് ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നല്ല ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗ്ലിറ്ററി ഐസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൂസ് ഗ്ലിറ്റർ പിഗ്മെന്റ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ശരിക്കും നമ്മൾ ഇതുപോലത്തെ ലൂസ് പിഗ്മെന്റ്സ് നല്ല സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് കയ്യിലും നന്നായിട്ട് ആവുന്നുണ്ട്. എൻ്റെ കയ്യിലും ശരിക്കും ഇതിൻ്റെ ഈ ഒരു പിഗ്മെന്റേഷൻ ആയിട്ടുണ്ട്. അവിടെ ഇവിടെ ഒക്കെ ആവും. അതാണ് ഭയങ്കര മെസ്സിയാണ് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ലുക്കൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ വർത്താണ്. എത്ര 200 അത്ര എങ്ങാണ്ടേ ഉള്ളൂ ഇതിന്. ആൻഡ് ഈ ഒരു ഷെയ്ഡാണെങ്കിൽ നല്ലൊരു റോസ് ഗോൾഡ് ഷെയ്ഡാണ്. അപ്പം നമുക്ക് എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഈ ഒരു ലൂസ് പിഗ്മെൻറ്റ്, ഈ ഒരു കളർ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോളിലെ ലാസ്റ്റ് ആൻഡ് മെയിൻ ഐറ്റം എന്ന് പറയാനായിട്ട് ഇതാണ്. ഇത് ഹുഡ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റ് ആണ്. അപ്പം ഹുഡ ബ്യൂട്ടിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്ര നല്ല ബ്രാൻഡാണ്, ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഏറ്റവും ഒരുപാട് കൂടുതൽ തന്നെയാണ്. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു ലിഡും തരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു മിറർ തരുന്നുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. സ്മോക്കി ഐസ് ചെയ്യാനാണെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ട്, ബ്രൗൺസിൻ്റെ നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്, പിങ്ക്, ഗോൾഡൻ, ഹൈലൈറ്റർ ഷെയ്ഡ്സ്, പിങ്ക്സിൻ്റെ നല്ല 2-3 ഷെയ്ഡ്സ് ഉണ്ട്. ഗ്ലിറ്ററി ഷെയ്ഡ്സ് ആണെങ്കിൽ 2-3 നല്ല ഗ്ലിറ്ററി ഷെയ്ഡ്സ് നമുക്കിതിൽ തരുന്നുണ്ട്. അപ്പോൾ ഹുഡ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റ്സ് ആണിത്. അപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഹുഡ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിൽ തീർച്ചയായും. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ശരിക്കും നൈക്കയിൽ പലപ്പോഴും പല രീതിയിലുള്ള ഓഫറുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്നും ആൻഡ് യൂസ്ഫുൾ ആയതും. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ: ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.